ദുഷിച്ചുപോയതായ ഹൃദയം, മനുഷ്യത്വം, സ്നേഹം, കരുതൽ, വാത്സല്യം ഇവ കുറയുമ്പോൾ മനുഷ്യൻ മൃഗതുല്യനായിട്ട് മാറുകയാണ്. വേദപുസ്തകത്തിൽ പറയുന്നു, ആ കാലത്ത് ദൈവം മനുഷ്യരെ നോക്കിയപ്പോൾ അവരിൽ ദോഷവും അതുപോലെ മത്സരങ്ങളും കൂടി വരുന്നത് കണ്ടപ്പോൾ ദൈവത്തിനത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് ദൈവം ഒരുപാട് ദുഃഖിച്ചു, ദൈവം അനുതപിച്ചു. എന്തിനേറെ പറയുന്നു, ഈ കാലത്ത് അനേകം അപ്പന്മാരും അമ്മമാരും സ്വന്തം മക്കളെ അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. മക്കൾ അനുസരിക്കുന്നില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നു. ശാസിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. മാതാപിതാക്കളായ നമ്മൾ മക്കളെ ശാസിക്കണം. മക്കളെ അടിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല. മക്കളെ അടിക്കേണ്ട പ്രായത്തിൽ നമ്മൾ അടിക്കണം. എന്നാൽ എന്തു തന്നെയായാലും സ്നേഹമായിരിക്കണം അടിസ്ഥാനം. സ്നേഹത്തോടെ നീ ശിക്ഷിക്കുമ്പോൾ അതവർക്ക് അനുഗ്രഹമാണ്. മക്കൾ നന്നാകുന്നതിനു വേണ്ടി, നേരായ വഴിയിൽ സഞ്ചരിക്കേണ്ടതിനു വേണ്ടി അവരെ ശിക്ഷിക്കുമ്പോൾ അവർക്ക് അത് അനുഗ്രഹമാണ്. എന്നാൽ ഇന്നുള്ള മനുഷ്യർ അവരുടെ കോപത്തെയും അവരുടെ എടുത്തുചാട്ടത്തെയും അവർക്ക് ഉണ്ടായിരിക്കുന്നതായ മുൻകോപത്തെ നിയന്ത്രിക്കുവാനായിട്ട് അവർ കഴിയുന്നില്ല. ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ കോപം കൊണ്ട് വിറയ്ക്കുകയാണ്. മാതാവാകട്ടെ പിതാവാകട്ടെ കോപത്താൽ നിറയപ്പെട്ടവരായി കുഞ്ഞുങ്ങളെ അവർക്കിഷ്ടമുള്ളതുപോലെ ഉപദ്രവിക്കുകയാണ്. ഭാര്യയെ ഉപദ്രവിക്കുന്നു, ഭർത്താവിൻ്റെ എതിരെ തിരിയുന്നു, ഉപദ്രവിക്കുന്നു, അതുപോലെ കേസ് കൊടുക്കുന്നു. കാരണം മനുഷ്യൻ്റെ ഹൃദയം ദുഷിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയം മലിനമായിരിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയം ദുഷിച്ചു പോകുമ്പോൾ അവൻ്റെ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. മറ്റുള്ളവർ തന്നാൽ വേദനിക്കപ്പെടുമ്പോഴും ദുഃഖിക്കുമ്പോഴും തൻ്റെ മനസ്സിൽ അല്പം പോലും അവരെക്കുറിച്ച് വേദനയോ ദുഃഖമോ ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ കേൾക്കുക, വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് മടങ്ങിവരുന്നതായ സമയത്ത് ഈ ഭൂമിയിൽ നോഹയുടെ കാലത്തെ പ്രകാരം മനുഷ്യർ വഴിവിട്ട് ജീവിച്ചു. നോഹയുടെ കാലത്ത്, ലോത്തിന്റെ കാലത്ത് ഈ ഭൂമിയിൽ ഏത് രീതിയിലാണ് മനുഷ്യർ വഴിപിടിച്ച് ജീവിച്ചത്, അതേ രീതിയിൽ യേശു കർത്താവിൻ്റെ വരവിങ്കൽ ഭൂമിയിൽ മനുഷ്യൻ അങ്ങനെയായിരിക്കും. മനുഷ്യൻ ഇന്ന് എത്രത്തോളം വഴിതെറ്റിരിക്കുന്നു എന്ന് അതിന് തെളിവുകൾ കാണിക്കുന്നു. മനുഷ്യർ ചിലരാണെങ്കിൽ മൃഗങ്ങളെപ്പോലെയാണ് പെരുമാറുന്നത്. ഇതിൻ്റെ അർത്ഥം യേശു കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നതാണ്. അവൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അന്ന് ദൈവം ഭൂമിയെ നോക്കിയപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യർ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചപ്പോൾ അത് കണ്ട് ദൈവം സഹിക്കാതെ നോഹയോട് അരുളിച്ചെയ്തു, നീ ഒരുവൻ മാത്രം നീതിമാനായിരിക്കുന്നു. നോഹയുടെ ശ്രേഷ്ഠത എന്താണെന്ന് വെച്ചാൽ, പാപം നിറഞ്ഞ സമൂഹത്തിൻ്റെ മധ്യയിൽ പാപികളായ മനുഷ്യരുടെ ഇടയിൽ തൻ്റെ കുടുംബത്തെ കാക്കുവാനായിട്ട് കഴിഞ്ഞു. പാപികളായ ആളുകളുടെ മധ്യയിൽ തൻ്റെ യൗവനക്കാരായ കുട്ടികളെ നീതിയോടെ വളർത്താൻ കഴിഞ്ഞു. ബൈബിളിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, നോഹ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിമാനായിട്ട് ജീവിച്ചു. അവൻ നിഷ്കളങ്കനായിട്ട് ജീവിച്ചു. ഈ ഭൂമിയിൽ അനേകർ നശിച്ചു പോയപ്പോൾ, വഴിതെറ്റി ജീവിച്ചപ്പോൾ, അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കുടുംബത്തെ കാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് പ്രിയ മാതാപിതാക്കളെ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളെ ഭയഭക്തിയുള്ളവരായി വളർത്തുവാൻ കഴിയുന്നുണ്ടോ? അവരോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് ദൈവവചനം പങ്കുവയ്ക്കുവാൻ, ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ? കുടുംബമായി ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടോ? ഈ അന്ത്യകാലത്തത് വളരെ വളരെ അത്യാവശ്യമാണ്. അന്ന് നോഹ ദൈവത്തോടൊപ്പം നടക്കുവാനിടയായി. അങ്ങനെ ദൈവത്തോടുകൂടെ നടക്കുന്നതായ നോഹയെ കണ്ടുകൊണ്ട് അവൻ്റെ മക്കളും ദൈവത്തോടുകൂടെ നടന്നു. അതായത് പിതാവ് എന്താണോ ചെയ്യുന്നത് അത് മകൻ കാണുന്നു, മകനും അതുതന്നെ ചെയ്യുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. ദൈവം തീരുമാനിച്ചിരിക്കുന്ന സമയം വരാൻ പോകുന്നു. ആ ദിവസം വരും മുമ്പേ ഇന്നു തന്നെ നിന്റെ പഴയ നശിച്ച ജീവിതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവ് നൽകുന്നതായ പാപക്ഷമ നേടിയെടുത്ത് പുതിയ തീരുമാനമെടുത്തുകൊണ്ട്, ഒരുപക്ഷെ ഇന്നു രാത്രി തന്നെ കർത്താവ് വരികയാണെങ്കിൽ, നശിച്ചു പോകുന്നവരിൽ ഒരുവനെപ്പോലെ നീ ആകാതെ മധ്യാകാശത്തിൽ കർത്താവിനോടൊപ്പം എടുക്കപ്പെടുന്ന ആളുകളിൽ ഞാനും നിങ്ങളുമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായിരിക്കുന്ന ഒരുക്കം ഇന്നു തന്നെ നമുക്കുണ്ടായിരിക്കണം. എനിക്കത് വേണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ?
പരിശുദ്ധനായ പിതാവേ, അന്ന് നോഹയുടെ കാലത്ത് മനുഷ്യർ ചെയ്യുന്നതായ പാപങ്ങൾ കണ്ടുകൊണ്ട്, അവരുടെ ദോഷങ്ങളും അവരുടെ വഴിപിഴച്ച ജീവിതവും കണ്ടുകൊണ്ട് സഹിക്കാൻ കഴിയാതെ ഒറ്റയടിക്ക് മനുഷ്യരെ മുഴുവനും നീ ഇല്ലാതാക്കുവാനിടയായി. എന്നാൽ നീതിയോടെ സത്യസന്ധതയോടെ ജീവിച്ചവനായ നോഹയെയും അവൻ്റെ കുടുംബത്തെയും നീ കാത്തു. കർത്താവേ, ഈ ദിവസം ആരൊക്കെയാണോ അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് നീ നൽകുന്നതായ ക്ഷമ പ്രാപിച്ചെടുത്തുകൊണ്ട് ഇന്നു മുതലെങ്കിലും നന്മയോടെ, നീതിയോടെ, വിശ്വസ്തയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ആളുകളുണ്ട്. അവരോടെല്ലാം നീ ക്ഷമിക്കണമേ. നീ വേഗത്തിൽ വരാൻ പോകുന്നു. അതെപ്പോഴാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഒരുപക്ഷേ ഇന്നായിരിക്കാം. ഞങ്ങൾ നരകത്തിലേക്ക് പോകാൻ പാടില്ല, കൈവിടപ്പെടുവാൻ പാടില്ല, നരകത്തിൽ വീണുപോകാൻ പാടില്ല. കർത്താവേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളോടും കരുണ കാണിക്കണമേ. അവരുടെ തെറ്റുകളെ, കുറവുകളെ ക്ഷമിക്കണമേ. പാപം നിറഞ്ഞ ചിന്തകളിൽ നിന്ന്, ആലോചനകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. നിന്റെ സ്വരൂപത്തിലേക്ക് ഞങ്ങളെ മാറ്റണമേ. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായി നൽകണമേ. നിന്റെ സാക്ഷികളായി ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.